തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിൽ മണിക്കൂറുകളായി ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ 5-6 മണിക്കൂറായി ആ പ്രതിഷേധം ശക്തമായി തന്നെ നടക്കുന്നു. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് ഈ സമരക്കാരുടെ മൈക്ക് സെറ്റ് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. പോലീസ് വാഹനം തടഞ്ഞുകൊണ്ട് അതിന് മുമ്പിൽ കിടന്നുകൊണ്ട് കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് സമരക്കാർ കടന്നു. പിന്നീട് കൂടുതൽ പോലീസുകാരെ എത്തിച്ച് സമരക്കാരെ അവിടെ നിന്ന് മാറ്റിയപ്പോൾ ആ പോലീസ് വാഹനം പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിശക്തമായ പ്രതിഷേധം സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. മുഖ്യമന്ത്രിയെ കാണാതെ, ചർച്ച നടത്താതെ, പ്രശ്നപരിഹാരമില്ലാതെ, ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളിൽ പരിഹാരമില്ലാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സമരക്കാർ വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാവുന്നു. അതിലേക്ക് തത്സമയം പ്രതിഷേധമാണ്. ഞങ്ങളെ ഒരു വാക്ക് വിളിച്ച് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ഖജനാവിൽ പണമില്ല, ഞങ്ങൾക്ക് സമ്പത്ത് അല്ലെങ്കിൽ ഖജനാവിൽ പണം വരുമ്പോൾ 100 രൂപയാണെങ്കിലും കൂട്ടിത്തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു വാക്ക് ഞങ്ങളുടെ ഇതിന്റെ നേതാക്കന്മാരെ വിളിച്ചറിയിച്ചിരുന്നുവെങ്കിൽ ആശമാര് ഒന്നടങ്കം സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഒരു മനസാക്ഷി കാണിക്കാത്ത മുഖ്യമന്ത്രി ഇനി ഞങ്ങളുടെ സമരം വിജയം വരയ്ക്കും. ഞങ്ങൾ സമരം ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. അതെ, തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. മർദ്ദനം ഏറ്റവും ഇവിടെ ഈ ബോക്സ് അവര് പോലീസുകാർ വന്ന് കയ്യേറി ഈ വാഹനം അവർ തള്ളി തുറന്നു അതിനകത്തിരുന്ന സാധനങ്ങൾ വലിച്ചെടുത്തിട്ടാണ് ഈ മോളിൽ ഇരുന്ന ബോക്സ് എല്ലാം അവർ തള്ളി മറിച്ച് താഴെ ഇട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ ആശമാർ അതിനെ പ്രതിഷേധിച്ചപ്പോൾ ലേഡി പോലീസാണ് അത് ചെയ്തത്. കഴുത്തിൽ വെച്ച് അമർത്തി ആ കുട്ടിയുടെ. ഞാനാണ് കൈ പിടിപ്പിച്ച് മാറ്റിയത്. മേഘന, ഈ ഒരു ഘട്ടത്തിൽ ഈ സമരം ശക്തമായി നടക്കുന്നതിനിടയിൽ ഇന്നേക്ക് ആ സമരം 256 ദിവസത്തിലേക്ക് എത്തുകയാണ്. ആ സമരം അതിശക്തമായി നടക്കുന്നതിനിടയിൽ നേരത്തെ മേഘന ചൂണ്ടിക്കാട്ടിയതുപോലെയൊക്കെ പലതരത്തിലുള്ള സമരമുറകൾ നമ്മൾ കാണുന്നതിനിടയിൽ പിന്നീട് സർക്കാർ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട് ഈ വിദഗ്ധ സമിതി കാര്യങ്ങൾ പഠിക്കട്ടെ എന്നുള്ളതായിരുന്നു. അതും അതിനുശേഷം പിന്നീട് ആ റിപ്പോർട്ടും സർക്കാരിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലും അനുകൂലമായ ഒരു അനക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണല്ലോ ഈ സമരക്കാരെ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്നത്. മേഘന, തീർച്ചയായും റീജിത്ത്, 256 ദിവസമാണ് ഇന്ന് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം. ആ സമരം തുടരുന്നു. അതിന്റെ കൂടെയാണ് ഈ ക്ലിഫ് ഹൗസിലേക്ക് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മാർച്ച് നടത്തുന്നത്. ആ മാർച്ച് മണിക്കൂറുകൾ, ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുകയാണ്. ആ മാർച്ച് ഇവിടെ കൂടുതൽ സംഘർഷഭരിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടക്കം കടന്നുപോയി. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ മാറ്റുകയും അനുനയിപ്പിക്കാനും ഇപ്പോൾ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പറയുന്നത് ഇവിടെ ഈ ക്ലിഫ് ഹൗസിന് മുന്നിലുള്ള മാർച്ച് തുടരും, അത് പ്രതിഷേധം തുടരും എന്നുള്ളതാണ്. രാത്രി വൈകിയും അതിനി മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഈ ക്ലിഫ് ഹൗസിന് മുന്നിലുള്ള മാർച്ച് തുടരാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. അതുപോലെ തന്നെ ഇവർ പ്രധാന ആരോപണമായി ഉന്നയിക്കുന്നത് ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവരുടെ മൈക്ക് സെറ്റ് എടുത്തുകൊണ്ടുപോയി. അവർ നേരത്തെ തന്നെ ഒരു പെർമിഷൻ എടുത്തതാണ്, പക്ഷേ ഈ മൈക്ക് സെറ്റ് എടുത്തുകൊണ്ടുപോയതിൽ പ്രതിഷേധിക്കുന്നു. അതുപോലെ തന്നെ പലരെയും പോലീസ് ഈ ഒരു ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെ നാളെ സംസ്ഥാന വ്യാപകമായി തന്നെ ആശാപ്രവർത്തകർ പ്രതിഷേധിക്കും. അത് മണ്ഡലം തലങ്ങളിലടക്കം പ്രതിഷേധിക്കുമെന്നുള്ള കാര്യമാണ് ആശാപ്രവർത്തകർ പറയുന്നത്. കൂടാതെ ഇവർ ഇന്ന് രാത്രി വൈകി ഇന്ന് 1 മണിക്കൂറിൽ അവസാനിപ്പിക്കുമെന്ന് കരുതിയിരുന്ന ഒരു സമരമായിരുന്നു. കൂടാതെ നല്ല മഴയാണ് തിരുവനന്തപുരത്ത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അവസാനിക്കില്ല, ഈ പ്രതിഷേധം അവസാനിക്കില്ല, മറിച്ച് ഈ പ്രതിഷേധം തുടരുമെന്നുള്ള കാര്യം തന്നെ. അത് 256 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ വിവിധങ്ങളായിട്ടുള്ള സമരം, അത് മുടിമുറിക്കൽ സമരമാകട്ടെ, സെക്രട്ടേറിയറ്റ് വളയലും ദേശീയപാത ഉപരോധിക്കലും പട്ടിണി സമരമടക്കം കണ്ടതാണ്. അതിനുശേഷം ഇവരുടെ അവസാന ഒരു കച്ചിത്തുരുമ്പാണ് ഈ സമരം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ചേച്ചി, സമരം അവസാനിപ്പിക്കില്ല? ഇല്ല, ഒരിക്കലും ഞങ്ങൾക്ക് വിജയം കണ്ടെത്തുന്നിടം വരെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല. ഈ 8 മാസക്കാലം ഞങ്ങളുടെ അടുപ്പുകൾ പുകയാതെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരാമണ്ണം കാണാതെ കൊണ്ടാണ് ഇവിടുത്തെ ഈ സഹോദരിമാര് സമരപ്പന്തലിൽ കിടക്കുന്നത്. ആ കണ്ണു തുറന്ന് കാണാൻ കഴിയില്ലാത്ത മുഖ്യമന്ത്രി എന്തിനീ രാജ്യം ഭരിക്കുന്നു? ഞങ്ങൾ പറയുന്നത് ഒന്നേ ഉള്ളൂ, ഞങ്ങൾക്കൊരു 100 രൂപയെങ്കിലും കൂട്ടിത്തരാമെന്ന് ഒരു വാക്ക് മന്ത്രി ഞങ്ങളുടെ പ്രതിനിധിയെ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ തീർക്കും ഈ സമരം. പക്ഷെ അത് പറയാൻ തയ്യാറല്ലാത്തിടത്തോളം കാലം ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ശ്രീജിത്ത്, അതിലെ ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നോർത്ത് ബ്ലോക്കിന് മുന്നിലായിട്ടാണ് ഇവർ 256 ദിവസമായി സമരം ചെയ്യുന്നത്. അവിടെ പ്രാഥമിക ആവശ്യത്തിന് പോലും സൗകര്യങ്ങൾ ഇല്ലാതെയാണ് കഴിഞ്ഞ 200 ദിവസമായി, അത് 8 മാസമായി ഇവർ സമരം തുടരുന്നത്. അതിന്റെ തുടർച്ച, അത് ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യങ്ങളില്ല. അതുപോലെ തന്നെ സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടി എന്നുള്ളതാണ്. പക്ഷേ വിദഗ്ധ സമിതി കഴിഞ്ഞ ഓഗസ്റ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അതിലെ ആവശ്യങ്ങൾ കൂടി, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ചു
പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ അവസാന കച്ചിത്തുരുമ്പായി ഇവർക്ക് ക്ലിഫ് ഹൗസിനകത്തുള്ള മുഖ്യമന്ത്രിയെ കാണണം. മുഖ്യമന്ത്രിയെ കാണാതെ സമരം അവസാനിപ്പിക്കില്ല. രാത്രി വൈകിയും അത് കഴിഞ്ഞ എല്ലാ ആഘോഷങ്ങളും മഴയും വെയിലും ഒക്കെ ഇവിടെ നിന്ന് ഇവർ സമരം ചെയ്യുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് കൂടി നടത്തുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസുകാർ, അത് നേരത്തെ വനിതാ പോലീസുകാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു, ഇപ്പോൾ കൂടുതൽ വനിതാ പോലീസുകാർ സ്ഥലത്തേക്ക് എത്തുന്നു. അവർ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ ബാരിക്കേഡിന് മുകളിലായിരുന്നു പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നത്. അവർ പലരും അപ്പുറത്തേക്ക് കടന്ന് ക്ലിഫ് ഹൗസിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തി, പക്ഷേ അത് വിജയിച്ചില്ല. കൂടുതൽ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.